with Georgical Seminary, Manakala. Now we will begin with an opening prayer. For that I invite M. Shameluti, Secretary of our Governing Board. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ നല്ല രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ തന്നതിനാൽ സ്തോത്രം. കർത്താവേ, ലോകം മുഴുവനും വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ആരോഗ്യവും സൗഖ്യവും തന്നിത്രത്തോളം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവേ, ഞങ്ങളുടെ ഈ സെമിനാരിയുടെ അടുത്ത അധ്യയന വർഷം ഇന്ന് പ്രാർത്ഥിച്ചാരംഭിക്കുകയാണല്ലോ. നിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരുന്ന് കാത്തുകൊള്ളണമേ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പല പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിലൂടെ കർത്താവ് ജയത്തോടെ നടത്തിയത് കൊണ്ട് നന്ദികൾ. പലയിടങ്ങളിൽ നിന്ന് വന്ന് പഠിച്ച് നിശ്ചയം പ്രാപിച്ചവർ പലയിടങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കർത്താവെ, സ്തുത്യർഹമായ ദൈവകൃപ ധാരാളമായി പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരോഗ്യം ബലവും സൗഖ്യം കൊടുത്ത് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതുകൊണ്ട് സ്തോത്രം. മറ്റ് എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. തുടർന്ന് നടക്കുന്ന പ്രോഗ്രാം എല്ലാം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിനായി സകലവും ചെയ്യണമേ കർത്താവെ. തുടർന്ന് കൂടിയിരിക്കണമേ. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. Praise the Lord. Hallelujah. 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 സന്തോഷമുള്ളവരെ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. 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 നമ്മൾ നമ്മുടെ പുതിയ വർഷത്തിൻ്റെ ആരംഭ സമയത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കടക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യമാണ് ആവശ്യം. മോശെ ദൈവത്തോട് പറയുന്നു, ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ. അവിടുത്തെ സാന്നിധ്യം നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കും. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് വളരെയധികം വെല്ലുവിളികളുണ്ട്, വളരെയധികം പ്രയാസങ്ങളുണ്ട്. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ ആ സാന്നിധ്യത്തിന് നമ്മളെ വഴി നടത്തുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹൃദയത്തിൽ നിന്ന് ഇതുവരെ നടത്തിയ വഴികളെ ഓർത്ത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ ചെയ്ത വഴികളെ, അവൻ നടത്തിയ വഴികളെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഒന്നുമില്ലായ്മയിൽ ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ, അവിടുത്തെ കരുതലിനെ, അവിടുത്തെ കാവലിനെ, അവിടുത്തെ സൂക്ഷിപ്പിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Oh, bless the Lord, oh my soul. Oh my soul, worship his holy name. Sing like never before. Oh my soul, worship your holy name. Bless the Lord, oh my soul. Oh my soul, worship his holy name. Sing like never before. Oh my soul, worship your holy name. ഒരു നിമിഷം ആ വന്ന വഴികളിലേക്ക് നമ്മുടെ കണ്ണുകൾ നമുക്ക് ഓടിക്കാം. സ്വർഗ്ഗമേ, ഞങ്ങളെ നടത്തിയ അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു.
ഒരു കഴിവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത ഞങ്ങളെ അങ്ങയുടെ മഹത്വകരമായ വേലയ്ക്ക് വേണ്ടി അങ്ങ് വിളിച്ചിറക്കിയ അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പിതാവേ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യമാണ്. ഓ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ. അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരു അവരുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. നമ്മുടെ വർഷിപ്പ് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്ന സമയമായപ്പോൾ വളരെ വിഷാദത്തോടെ സൂര്യൻ ഇറങ്ങിപ്പോവുക. സൂര്യന് സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോ ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത്. സൂര്യൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ സൂര്യനേറെ വിഷമം. കാരണം ഇത്രയും നേരം ഞാനിവിടെ പ്രകാശം കൊടുത്തു,
വിശാലമായ പ്രകാശം, എല്ലാവർക്കും വളരെയധികം പ്രകാശം ഞാൻ കൊടുത്തു. സൂര്യന്റെ വിഷമം, ഞാൻ പോയി കഴിയുമ്പോൾ ഇവിടെ ഞാൻ പ്രകാശം കൊടുത്ത ഇടങ്ങളിലെല്ലാം ഇരുട്ടായി തീരുമല്ലോ എന്നുള്ള വിഷമം സൂര്യന്റെ അകത്ത് നിൽക്കുമ്പോൾ സൂര്യനെ നോക്കിക്കൊണ്ട് ചെറിയ മെഴുകുതിരി വെട്ടങ്ങൾ കടന്നു വന്നു. എന്നിട്ട് സൂര്യനോട് പറഞ്ഞു, അങ്ങ് കടന്നു പൊക്കോളൂ, അങ്ങ് നൽകിയ പ്രകാശം ഞങ്ങളാലാകും വിധം ഈ പ്രപഞ്ചത്തിൽ കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളാലാകും വിധം ഈ പ്രപഞ്ചത്തിന് ഞങ്ങൾക്ക് പ്രകാശം നൽകുവാൻ കഴിയും. അങ്ങ് സന്തോഷത്തോടെ പോയിക്കൊള്ളുക. അങ്ങ് പോയി മടങ്ങി വരുന്നത് വരെ ഈ ഭൂമിക്ക് ഞങ്ങൾ പ്രകാശം നൽകും. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം വീണ്ടും നമ്മൾ ആ പാടിയ വരികൾ ഒന്നും കൂടെ പാടാം. ഇപ്രകാരം പറയുന്നത്, ഒരു കൈത്തിരി പോലെ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറയുവാൻ. ഒരു കൈത്തിരി പോലെ. തിരിയുടെ പ്രത്യേകത നമുക്കറിയാം. ആരംഭത്തിൽ അത് ചെറിയ വെട്ടം നൽകി, പിന്നീട് അധികം വെട്ടം നൽകി. തീരാറാകുമ്പോൾ അത് ആ മെഴുകുതിരി, ആ തിരി, ആ മെഴുക് അത് പടർന്ന് വളരെ അധികം പ്രകാശം നൽകി തന്നിൽ തന്നെ അത് അടങ്ങിത്തീരുന്നത് പോലെ ഈ പ്രാരംഭത്തിൽ, നമ്മുടെ അധ്യയന വർഷത്തിന്റെ പ്രാരംഭത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം, ഒരു കൈത്തിരി പോലെ കത്തിത്തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു പിതാവേ. ഞങ്ങളുടെ സ്റ്റുഡൻസിനെ, ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങളാലാകുന്നത് പോലെ ക്രിസ്തു നൽകിയ പ്രകാശത്തെ പകർത്തി നൽകുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു പിതാവേ. അവസാനമായി നമുക്ക് വീണ്ടും ആ വരികളെ ഒന്നും കൂടെ നമുക്ക് പാടാം. എൻ്റെ ആയുസ്സിൻ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. Give thanks to the Lord, for He is good. His love endures forever. Greetings to you all in the wonderful name of our Lord and Savior, Jesus Christ. Today is the beginning of 51st academic year of Faith Theological Seminary. As we all know, COVID-19 pandemic has refined and redefined human life across the globe. Due to this unprecedented crisis, unlike having conventional opening service of new academic year, where the entire FTS community would gather, this time we are having a virtual opening service through online platform. Only FTS faculty and staff have gathered here in the chapel, of course by following the guidelines of health department, like keeping social distance and sanitizing facilities. Those who could not be physically present are participating in this service through live online telecast by Samara TV. I thank God for His grace and faithfulness that sustained our seminary in the past 50 years. We trust in God's grace and guidance of the Holy Spirit as we move on. My responsibility is to welcome you all to this blessed inaugural service. First of all,
I welcome Reverend Dr. T.G. Koshi, the President of Faith Theological Seminary. In obedience to the vision God gave, Dr. T.G. Koshi laid the foundation of the seminary 50 years ago. God made it grow to its present stature by using many servants of God and their families over these years along with him. We are delighted to have our dear President, whom we affectionately call Achayan, in his opening service, and we are thankful to God for giving him health and long life and using him for the extension of God's kingdom. Now, welcome Dr. Annie George, the new principal of Faith Theological Seminary. We pray God would strengthen her through the power of the Holy Spirit to lead the seminary according to God's wonderful plan. We have Reverend Dr. David Joy, the principal of KUTS Kandamula, as the chief guest of this inaugural service, who has graciously accepted our invitation to deliver the keynote address today. Hearty welcome to you, sir. Special word of welcome to Mrs. Elia Makoshi, the principal of FTCW, and also to Reverend P.G. Jacob. We thank God for the wonderful service of all our esteemed faculty members and staff. We gratefully acknowledge the service of former principals, Dr. K.G. Jose, Dr. B. Varghese, and Dr. M. Stephen. Special word of welcome to them. Now, I would like to welcome all our dear students who are continuing their studies in BD and MTH programs. A special word of welcome to our new students who have joined the seminary this year in BD, MTH, and doctoral program. Let's pray that God would open way for us to meet all of you in person and have fellowship with you at the earliest. We welcome all the members of FTS alumni, over 4,000 plus former graduates who are ministering in the various parts of the world for the glory of God. We welcome our parents, our students, pastors, church members, prayer partners, and well-wishers of the seminary. Thank you. God bless us all. We welcome all of you for this 51st inauguration service of FTS. As you know, because of all the problems going on in the world and in India, so maximum you can gather only 50 people. That's why we made the arrangements like this. I appreciate all the principals, previous principals, those who had worked hard for the institution. K.G. Jose, B. Varghese, and next person was Dr. M. Stephen. I told him to come this morning, but he said he's not feeling well. That's why he's not going to be here. But anyway, I appreciate him. I don't know when exactly, the 80s, he joined the Bible school as a teacher. And different capacities, he worked hard and faithfully. I appreciate him very well. And he was the principal for the last 3 years. And he did well what he can. And we appreciate him very well.
we are going to honor him later. Some meetings with all the students. That's what we are thinking. But so we must be thankful to him, and he will be coming for teaching, and he will be with us in the faculty, because for the ethics, he is also needed here as a teacher. So we all thank to Dr. M. Stephen, appreciate him. I think later on we get time to share something about him while he will be here. The next principle is we are appointed Dr. Annie George. We appreciate all of the staff and faculty and the office bearers, their cooperation for that. And God will use her the next century. That means this is the 51st year. 50 years was gone. So she can do a lot of things. Again, she will be able to help us different ways. And so we want to welcome her to the campus and for this meeting. Thank you. God bless you, and maybe she will share something. I thank God for giving me an opportunity to serve FTS family and wider theological community as the principal of this institution. I'm stepping into a place where my parents and other godly people have adorned, whom I saw as spiritual giants, and now I see also. So I'm grateful for the legacy, and I anticipate that God will enable me to pass it on to the next generation, and at the same time to be attentive to what God is doing in this generation. I want to say what Daniel said. As for me, this mystery has been revealed to me, not because I have greater wisdom than anyone alive. So I believe that God wants to serve me, serve his people in this role for this time, for such a time as this. Our founder, president, and family, former teachers, principals, staff who has worked with him in the early days, and teachers and staff who continue to work today, our students, their parents, over 4,000 graduates, their families, the people who minister with, and our prayer partners and our financial supporters have made this day a possibility. God will reward them for their labor in this life and in eternity. Thank God for our physical neighbors and even those who have spoke ill of us. All have contributed in one way or another to bring this institution to this day. We don't claim that we have done everything right, but God in his mercy has brought us to the 51st inaugural day. Also, this is an historic moment in the history of FTS, virtual opening of a new academic year. Our students are not in the campus, and we offer online classes instead of regular classes until physical opening is possible. During the summer vacation, for over 1 month, our teachers were involved in preparing themselves through training in online education. And seminary initiated one training for our teachers to use difficult online platform for teaching in May. And they participated in training organized by Mr. Davis Abraham in June. There will be one more training by the Senate of Sarambur. Our academic office and non-teaching staff were doing all that is needed to equip themselves to do the groundwork for this new endeavor of online theological education. God has enabled us to complete some unavoidable maintenance work and some work towards museum construction.
Students, all this are for you so that we can assist you spiritually, academically, and ministerially so that you will do greater things for the glory of God than us. And I can affirm that my colleagues and I proclaim Christ, admonishing and teaching everyone with all wisdom and with Holy Spirit so that we may present everyone perfect in Christ. I want to see the FTS family to be men and women who daily capture the greatness of God in their prayer closet, in our classroom, in our chapel, in our office building, in our library, in our rooms, in our mess hall, and in our all day-to-day activities. I want us to dream with God for us as individuals, for our lives, our ministry, seminarian church, India, and the nations. I want us to pivot with God in intimacy, unconditional obedience, love for others, and calling others to do the same. I pray that God will send laborers to continue the mission of Christ, who will work with the mind of Christ, who portrayed the love of God for this world. Theological institution is not a business, it's not an NGO, but part of the body of Christ. So either as faculty, staff, student, our first priority is to be a Christian, a disciple of Christ, and then only a leader, teacher, pastor, staff, or a student. I pray that in our daily activities, God's grace will prevail over diplomacy, Holy Spirit over strategies, humility over shrewdness, sacrifices over privileges, and mercy over judgment. Now let me introduce you change of offices and new faculty. Reverend Bobby S. Matthew, our former registrar, took leave for DTS study in theology, and Reverend Bijumon K. will be our new registrar. Our Dean of Students is Reverend Abraham Christopher in the place of Reverend Finney Sabu. Thank you, Reverend Bobby S. Matthew and Reverend Finney Sabu, for your labor in love for his people. We have a full-time faculty in the Department of Christian Ministry, Reverend Rin John, and Reverend Noble Jacob will join as part-time faculty in the Department of Theology, and Dr. Rajivan M.K. in the Department of Christian History. And Reverend Abraham Christopher is our new staff. Let me introduce women so that they can take a step of obedience towards the call as a Christian minister. I also welcome our continuing students, BD, MTH, and DTH, who have responded to their call and chose this as your training place. In the time of uncertainty, even not having completing the exam, you leaned on God and stood firm in your commitment. God bless you. Dear viewers, some of our students, especially from North India and other students, cannot pay the subsidized fees. So if God is stirring any of our hearers or viewers to sponsor a student, please contact us. We will do what is needed from the office. Now let me present you the theme of this year, Victory in Crisis. It is indeed sad to see what is happening in the world with COVID-19. It is not only affecting our bodies of those who have tested positive, but also the minds of the rest. As Christians, we need not to be overwhelmed by sorrow so that we become paralyzed by it. We need to continue to remind ourselves that God is actively in control, which work to eliminate the sufferings of the people. This is the time which encourages us to think globally without shutting ourselves out of our community. While respecting the regulations of the government, it's a time for churches and seminaries to seek creative ways to reach out to those who are in need of our prayers, our help, and our presence. So, we have selected the theme, Victory in Crisis. 1 Corinthians 15:57. But thanks be to God, He gives us victory through our Lord Jesus Christ. This is our hope, our message, the reason why we do what we do in this time of unprecedented crisis. So let me take this time to introduce our faculty and staff through a PowerPoint presentation. God bless you.
greetings to you all who are physically assembled here and also viewing the inaugural service through the medias. The 51st inaugural service of Faith Theological Seminary. My responsibility is to give some important events taken place in the history of the Faith Theological Seminary. Since there's only a few minutes, I don't want to say much introduction. May I enter into the subject. Faith Chapel and Bible Institute, founded in 1970 by Dr. T.G. Koshi and Mariamma Koshi and the faculty members who taught here in a humble beginning. So it was in the chapel nearby this seminary, which is intended to be the museum this year, was the building where the Faith Chapel Bible Institute started in 1970. In 1973, diploma courses started with both English and Malayalam medium. And for a deep study of the Bible, our president, Reverend Dr. T.G. Koshi, decided to give a BTH level class, and in 1976, it started as a BTH institution. And in 1983, it has come to contact with the Senator Sarambur and started the external program. And Kerala United Theological Seminary at Kannamoola, Trivandrum, assisted us, and students were going there and writing examination. And I have got the privilege to join in the BTH as a second batch in 1984. Then in 1985, BD external program also started, and we applied for the affiliation, and in 1988, Faith Theological Seminary got affiliation for BTH program. Then, along with Kannamoola, in collaboration with Kannamoola Kerala Theological Seminary, we started BD program in 1991. Even though in the beginning of the seminary, the president decided to train young men and send them for missionary work in different parts of India, especially in the northern part of India. But the service of women is also needed for the mission of the church, and that compelled him to start a theological training for the girls. Thus, Faith Theological College for Women started in 1992. It was a short-term course. But in 1993, BA in Theology course started, and the women had given opportunity for getting training and use their capacities in the mission field. Then in 1997, it was upgraded to a BD level college. Then for higher studies, we didn't have opportunity in the Pentecostal institutions. Many of our teachers were sent to the other institutions and obtained their master's degree. But we have planned for starting an MJH program, and we got affiliation in 2011. Then many graduated from here, obtained master's degree. Then we have planned for the doctoral level research. So at present we have a New Testament student for the Doctor of Theology. We got affiliation for the doctoral research in 2012. So from the humble beginning of the seminary as a training center, God has provided everything that is necessary for the development. It was the vision of Reverend Dr. T.G. Koshi, who was the first principal of the seminary, and he served as principal till 2004, before Reverend Dr. K.G. Jose assumed the post as a principal in 2004. He continued in the post till 2012,
9 October. Then Reverend Dr. Weaver is, who became the principal in October 2009, October 2009 and till 2017. Following him, Reverend Dr. M. Stephen became the principal and he served this institution for the last 3 years. This 50th year, one of the important development that taken place is a woman was appointed as the principal of this seminary, and we as the faculty and all the staff of the seminary, we appreciate the new steps taken by the institution that may give more opportunities for women to work in various capacities in the theological field. This 51st year, academic year, may be a great blessing for all the people those are studying here and also the people those are related to the seminary. And I congratulate all the people those who have worked behind it, and especially Dr. T.G. Kosi and his family. And this institution has produced many graduates, and they are working in many parts of this world. Let this 51st year may be a blessing for all. May God bless us, all of us. The scripture portion for today is taken from Gospel according to Matthew, chapter 22, verses all the way from the beginning till 14. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ. I am reading for you from NIV version. Jesus spoke to them again in parables, saying, "The kingdom of heaven is like a king who prepared a wedding banquet for his son. He sent his servants to those who had been invited to the banquet to tell them to come, but they refused to come. Then he sent some more servants and said, 'Tell those who have been invited that I have prepared my dinner. My oxen and fattened cattle have been butchered, and everything is ready. Come to the wedding banquet.' But they paid no attention and went off, one to his field, another to his business. The rest seized his servants, mistreated them, and killed them. The king was enraged. He sent his army and destroyed those murderers and burned their city. Then he said to the servants, 'The wedding banquet is ready, but those I invited did not deserve to come. Go to the street corners and invite to the banquet anyone you find.' So the servants went out into the street and gathered all the people they could find, both good and bad, and the wedding hall was filled with guests. But when the king came in to see the guests, he noticed a man there was not wearing wedding clothes. 'Friend,' he asked, 'how did you get in here without wedding clothes?' The man was speechless. Then the king told the attendants, 'Tie him hand and foot and throw him outside into the darkness, where there will be weeping, gnashing of teeth. For many are invited, but few are chosen.'" Let me introduce today's chief guest before you. I'm very glad and happy to introduce and welcome our chief guest for this special occasion of
51st academic year inauguration service of Faith Theological Seminary. Our chief guest is none other than Reverend Dr. C.I. David Joy, who is the principal of Kerala United Theological Seminary, Kannamula, which is known as KUTS. Dr. David Joy is a friend of mine since 1999 when I joined for MTA studies at UTC, Bangalore. And not only to me, but also to many of our faculty members. He is a presbyter of CSI, South Kerala Diocese, and a well-known New Testament scholar. He was formerly a professor of New Testament at UTC, Bangalore, between 1999 to 2019. He is the principal of KUTS since 2019 academic year. He is an editorial board member of International Voices of Biblical Studies. He is a liaison for India of SBL and ICL and also a board member of that organization. He is also a professor of FFRRC, Kottayam, and he has written more than 50 articles in leading theological journals and authored 20 books, including edited works. His wife is Sherin David Joy, and they are blessed with 2 children. And it is indeed, we are privileged to have him in this special occasion of 51st inauguration service of Faith Theological Seminary. And now, on behalf of FTS family, I invite Reverend Dr. C.I. David Joy to give the inaugural address in this auspicious occasion. Thank you. God bless you. Respected members of the faculty, students, parents, and the governing council members of Faith Theological Seminary, and well-wishers. I am indeed delighted to deliver inaugural address in connection with the reopening of Faith Theological Seminary. Faith Theological Seminary and Kerala United Theological Seminary have historical connections as the founders kept good fellowship and interaction between 2 institutions. Some of us who are gathered here and listening to my message probably recollect the outstanding relationship that you could keep between the first leaders of both institutions. Similarly, I recollect the warm relationship between your former faculty members, principals, and the present faculty members and the principal in terms of their association with the United Theological College. I was a professor of New Testament at UTC for about 20 years. I am grateful to all those who are involved in theological education through Faith Theological Seminary and its sister concerns. When Dr. Stephen, the former principal, invited me a couple of months back, I was excited to accept the invitation, as Faith Theological Seminary and its family has always been like an extended family in
Christian ministry and theological education for me. I am indeed delighted to thank the present principal, Dr. Annie George, for having invited me to deliver the inaugural address as you reopen this academic year. I am sure under her leadership, Faith Theological Seminary will explore new things and experience new things in terms of forming new forms of ministries for the families and the children. As a Christian educationalist, Dr. Annie George will be able to offer new patterns of ministry and theological syllabus, not only for Faith Theological Seminary, but also for other colleges and seminaries under the Senate of Sarabur College. I take this opportunity on behalf of KUT Seminary to congratulate Dr. Annie George for her new position. May God bless you, Dr. Annie George. Today morning I was reading an article written by Yuval Noah Harari. The article is an interesting one, but for our reflection, I will only give you the gist of the article. And he says the Christians are hypocrites. Hypocrites who will worship both God and devil. That's what Jesus also says. Without any hesitation, you will go with the two standards, two positions. And today, when we look at our spirituality and theological education, I am very, very concerned to state that we have unfortunately deviated from the original vision of theological education and the gospel. The theme given for our meditation of the inaugural address is Victory in Crisis. I need not spell out what is victory and what is crisis in today's context. പ്രതിസന്ധികളിൽ ഉള്ള വിജയം. It is an appropriate theme. It is very appropriate as we are going through different kinds of crisis. On crisis is the world is not prepared to accept the digital method in terms of education and other things, but we are forced to do it. Second, the pandemic is making extraordinary complexities and issues in terms of uprooting the lives of the ordinary people. And agitations such as BLM or other agitations for the dignity of humanities, it's all very important. And we as Christians, we are always analytical and critical. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ പലപ്പോഴും സന്നദ്ധത കാണിക്കാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം ഉണ്ടാകാത്തത് എന്ന ചോദ്യത്തിന് വർഷങ്ങൾക്ക് മുമ്പേ ഗസ്റ്റാവോ അലൻ എഴുതിയ ക്രിസ്തുസ് വിക്ടർ എന്ന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. A book, an excellent book written by Gustav Allen, namely Christus Victor in 1931, gives us a collection of ideas about a commitment. We want to be victorious. We want to be victorious in many ways. We want to be victorious in terms of spending money, being luxurious. But at the end of the day, God will ask you one question: whether you have been successful in preaching the gospel, in living the gospel, in understanding the gospel. Yesterday, a friend of mine came to me and said, Pastor, churches are going to reopen.
It's going to be reopened. സഭകൾ ഒന്നേന്ന് തുറക്കാൻ പോകുന്നു. Then I asked him, when? Maybe next week. And I told him, church is never closed. Church is body of Christ. And body of Christ cannot be closed. Because the worship and the spirituality is grown within ourselves. We are grooming the people of God. We are leading the people of God. And in this context, for the new students as well as the ongoing students and graduates, I would like to point out particular Bible verse. Gospel of Matthew chapter 22 verse 14. But many are invited, but few are chosen. You, the faculty, the parents, the board, governing council members, and the students are called people and chosen people, because we have a responsibility to move forward in terms of accepting the values of the kingdom of God, the values of ecclesia, the values of Christian spirituality, the values of salvation. Thus, Christian spirituality becomes a spirituality of celebration. Now, people go after celebration. For everything is celebration. Food, eating, however, having peace, having justice, having a sense of righteousness are the basics of that kind of celebration. And when we prepare ourselves as theological educators based on the patterns and the paradigms given to us, reflected in the New Testament, we should also think of the communities, neighboring communities whom we are serving. Yes, we are called as well as we are chosen. And this particular Bible verse and the particular parable tells us many things. It's an invitation to be the ministers of the church, to be the evangelists, to be the missionaries, and to be the leaders of the church. As we minister the church with the diverse gifts, sharing our faith in the midst of pluralistic, diverse faith traditions, we have a responsibility to tell others through our life, we are Christians. Because we are not doing any kind of systematic training. We are not doing any kind of technological training. Rather, we are living. Our faith is a faith that to be lived. Let me point out three important aspects in terms of understanding this theme, victory in crisis. Before that, let me take a few minutes to tell you what are the crises today, what are the major issues that we face today. We live in the midst of dark forces, and those dark forces are life-negating forces, and life-negating forces are very powerful in today's context. And those life-negating forces are in many forms and in many ways. Some call them as war, some call them as weapon industry, some call them as globalization, some call them as a kind of economic injustice. But whatever it is, I tell you, there are dark forces. That's why when we had a lockdown a couple of weeks, the migrants, millions of migrants are moving here and there across the globe. That's an indication that we have dark forces in our society. And we have only one paradigm to understand the victory. Victory in crisis. And as I mentioned earlier, victory can be rated and measured by applying some kind of standard rules based on the Bible. വിജയം എന്ന് പറയുന്നത് നാം മനുഷ്യന്റെ ഒരു നിലവാരത്തിലല്ല നമ്മൾ അളന്നെടുക്കേണ്ടത്. വിജയം എന്ന് പറയുന്നത് നാം അളന്നെടുക്കേണ്ടത് ദൈവത്തിന്റെ അളവുകോൽ ഉപയോഗിച്ചാണ്, നിത്യരക്ഷയുടെ അളവുകോൽ ഉപയോഗിച്ചാണ്, സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാധാനത്തിന്റെ അളവുകോൽ ഉപയോഗിച്ചാണ്. അതിന് സാധിക്കുന്നതായിരിക്കണം
നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ തിയോളജിക്കൽ എഡ്യൂക്കേഷനും അതിനുള്ള പരിശീലനവും നടത്തേണ്ടത്. Let me point out 3 important aspects in terms of growing along with Christ. And in John's Gospel, we read growing in Christ and abide in Christ. Paul also says in Christ experience. And this is an opportunity given to you as you celebrate the 51st anniversary of your esteemed institution. I underline this esteemed institution because you have produced outstanding theologians, outstanding biblical scholars, outstanding ethicists, outstanding church leaders, outstanding pastors, outstanding missionaries. And in that sense, the founding vision of the founders of this institution, I would say salute, hats off, because God has accepted your offer to God in terms of this institution. This is a time of preparation for you. So victory in Christ is the first step, is preparation for the eternal life. Preparation for that victory. So how best you are prepared, how best you are trained, how best you are equipped. That's the question this chapter of Gospel of Matthew chapter 22 raises. And there is a beautiful Russian Orthodox liturgy which says, those who are bound with the desires and pleasures of the flesh are not worthy to approach or draw nigh to serve thee, O King of glory. So we have to have a clear sense of divinity in our mind, a clear sense of divine attitude in our mind when we respond to the call for preparation. Yes, theological education is a call for preparation, and that preparation is done with the help of a syllabus. That preparation is done with the help of trained men and women, namely the faculty. That preparation is done with the help of the church, where you go for practical training after the preparation. And you have to understand you are equipped and prepared to move forward for the kingdom of God. And that's the messianic discipleship you experience. May God help you to prepare well in this academic year by using all the facilities offered to you by this prestigious institution. And secondly, this theme, victory in crisis, can be explained by understanding the element of participation. Element of participation. All of us today talk about participatory ministry. Couple of weeks back, when our health minister, Mrs. Shailaja, was interviewed by British Broadcasting Corporation, she was using the word participation of all. It's a participatory activity. And when someone asked Sadhu Sundar Singh about the success of his mission in the early 20th century, he said, success, I have participated in the activity of the cross. My dear brothers and sisters in Christ, you are called to participate in the activity of the cross. You are called to participate in the activity of the kingdom of God. Stanley J. Samartha, one of our outstanding theologians of our time, I think Dr. Samartha was a teacher in many ways, through his books and through his deliberations, through his articulations and so on. Telling it is simple. Gospel, to understand gospel, there is a simple formula. Your commitment to the crucified Lord, that is the gospel. So we are called to participate in the activity of the gospel. C.F. Andrews, one of the greatest missionaries in India, a couple of decades back, was offered the post of St. Stephen's College principal. When the principal post was offered, he made an emotional sermon and he said,
I have served the Lord. I continue to serve the Lord with or without this position, but give it to a qualified Indian so that God's name will be glorified. Participation. Therefore, everyone can participate. Everyone can take space. Everyone can have the opportunity to have their own portion of leadership. So that is how the victory is achieved in crisis. So you are called to prepare, called to have a preparation, and you are given an opportunity to participate. May God bless you, equip you to participate in that activities. And finally, this is a call, this is a training to have clear perception, clear vision, clear framework. There are people, and the gospel says, all are called, but few are chosen. All are given that vision, but few have achieved that perception. How many of you have achieved the perception? How many of you have gained that perception? Perception of the right theological education, perception of right hermeneutics, perception of right understanding of leadership. And many of us think that leadership is a kind of boss attitude. No, the leadership is to be a leader like a shepherd, like a servant. Depend on Jesus Christ and gain strength from Jesus Christ so that you will be able to move forward with that perception of leadership. Victory in crisis. There is a time of preparation, then you are victorious. There is a time of participation, then you are victorious. There is a time of perception, then you are victorious. As I mentioned earlier, our framework is based on the early church. And when we talk about the early church, it's not a kind of vague picture about the early church. There's a clear picture about the early church recorded in the New Testament. Early church was not a kind of abstract framework. Early church was a concrete one. Concrete in many ways. Concrete with a clear ideology to overcome all the pandemic type crisis. When I say pandemic type crisis, the first century Christians experienced exactly that kind of crisis. They had fire, they had persecution, they had famine, and they had negation of their space. They are ignored and rejected in many ways. They lost their citizenship. They were nothing according to the worldly standard. But they had the greatest assurance of the citizenship in heaven. That's why they could overcome the crisis that they experienced. They had outstanding leaders like Paul, John, Jude, James, Peter, and so on. So they gave the leadership. How did they give the leadership? They gave the leadership through their life. And my dear faculty colleagues and the members of the board, it is a definite call given to us. Lead this institution by being examples, by being witnesses, by being the greatest witnesses and offering testimonies in terms of carrying the gospel. May your life be a kind of testimony and witness. That's so we will be able to bring justice to this world. We will be able to re-establish righteousness in this world. Because the early church, when they experienced such crisis, they could bring back all the peace, righteousness, and justice through the cross of Jesus Christ. And finally, we think of freedom, Christian freedom. And as I mentioned, there are 3 steps to overcome this crisis. Victory in crisis, that is clear kind of training, preparation, and a space for participation and achieving a clear perception. After these 3 steps, we have to say we have a responsibility.
We have a responsibility to move forward in terms of fulfilling the important task given to us through the gospel. I would say that is a kind of gospel mandate. When we think of new methods, when we think of new theories, when we think of new patterns of interpretation, remember this is all skills and talents given to us through the Holy Spirit. And that Holy Spirit will help us to develop the right attitude in terms of developing a ministry. And be prepared. So use the time of preparation very well. I am sure this academic year will bring you a lot of challenges and possibilities, a lot of challenging times, a lot of questions in terms of classroom experience or seminar experience or practical ministry experience. But whatever it is, remember this is a time of preparation. May God bless you to have that time of preparation. And once you are prepared, you will move forward to participate in the gospel, the activities of the cross. And through that participation, you will achieve a clear perception. And with the preparation, participation, and perception, this community will become a real theological community. And I am sure Faith Theological Seminary and other colleges under the Senate will develop new relationship so that we will have greater fellowship in enjoying the theological education. May God bless you. Amen. Let's pray. Let us recall what we have been listening to. Very clearly, the servant of God has spoken to us to examine ourselves, to sharpen our perspective, and also broaden the scope and understanding of the gospel. He has challenged us through three important areas, important insights. The first one is seminary is an avenue, a platform where we prepare ourselves. Second one, seminary is a platform where we prepare and motivate each one of us in order to have better participation. And seminary is a place where we need a clear perception. It is a place where we equip our students and the faculty members to have a clear perception about our ministry and also the program ahead. Let us examine ourselves, meditate on God's word, commit the new academic year into God's loving hands, expecting greater things this year. And let us dedicate ourselves so that we may be able to attempt great things for our Lord. So, our Lord, we thank you and praise you for this beautiful service you have given to us. Although we are in a situation of various complexity and perplexity, you have given us a chance to come together to virtually inaugurate the new academic year. That too historically very important academic year, that is the 51st academic year. Thank you, Father, for the message you have spoken to us. Help us to prepare ourselves more and more so that we will be able to
effectively participate in your work with a clear perception. We pray for our seminary, our beloved Achayan, even in his 87th year, physically very weak, still he is able to come here and stand on this platform and speak few words and inaugurate the new academic year. We pray for all the members of the governing body. Continue to work with a spirit of commitment, a spirit of clear perception, Master. We pray for all the faculty members who served in the past, and also the faculty members who are still serving, and also the faculty members who have newly joined this seminary. Lord, help each one of them so that each one of us will be able to do better things this year, Master, in the spirit of unity, oneness, and cooperation. We pray for our friends and prayer partners as we acknowledge their service through prayer support and even financial support, Master. Continue to bless each and every one of them. Father, we pray for a wider spectrum of graduates, our alumni. They are the heart of this institution, Master. Yes, they are serving you in different capacities around the globe. I pray your richest blessing to be upon each one of them, so that they may also cooperate with the work of this seminary with more commitment and dedication. Father, we pray for our students, the students who are yet to return, and also we pray for the new students who have been enrolled. Grant everyone your knowledge and wisdom, and also ability to understand the call they have received from you to serve you in a very meaningful. Father, we pray for our newly appointed principal. Continue to bless her, Master. Use her in a very powerful way. Help her to implement the vision you have given to her in terms of the development and the welfare of this prestigious institution, Master. We pray for our beloved guest speaker, Reverend Dr. David Joy. Thank you so much for using him in order to deliver a very touching message, very clear and audible way, although it was through online, Master. We pray for the continuing classes set to take place, although it is not possible in a visible manner. We pray that you may help us to do our best in a new environment using new technological device. You help each one of us, Master. We pray for all those who are supporting our institute, who are known to us and unknown to us, in India and abroad. Lord, you continue to bless each and every one of them. Father, we once again submit our institution to your loving hands. In this COVID pandemic situation, Lord, we are handicapped in many ways. We are terribly affected, oh Master. Still, you are sustaining us in the midst of this pandemic situation. Lord, we pray for our sponsors. We pray for our supporters. Lord, continue to help us. Then only we are able to pull on, Master. You know, in every respect, we are looking upon you for your grace and your kind support. Continue to guide this institution, so that this institution may be able to fulfill the purpose that is upon each one of us. That is to
that is to present everyone perfect in Christ our Master. Thank you so much for bringing us together in the form of a virtual service. Thank you once again. In Christ's name we pray. Amen. Amen. I thank and praise the Lord for all His faithfulness. He has showered our institution during the last 50 years. And I thank God for bringing us this far. Last year, we could not finish our academic year. But then we thought, how do we start this institution in this year, in this new academic year? But then I thank God for His faithfulness, that has given His wisdom to all those who are here to start this institution again in this new academic year. I appreciate, I congratulate our principal, former principals, all our academic office, all the teachers, staff, everyone who took effort to start this academic year, at least in this way. We don't know when we can gather all together, but we can expect a great thing, a great work in the future. May the Lord pour His wisdom and His strength to all of us to continue this year, be a blessing, and our students, they can have their academic year without any fail. And I pray and ask the Lord to bless and give more wisdom and understanding and strength to the principal and all those who are working together in this institution to the victory of this institution. Let us see the victory in the days to come. May God bless. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു പഴയ പാട്ടൊന്ന് പാടുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എത്ര നേരം ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മൾ മലയാളത്തിൽ കൂടെ ആയാൽ കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും പരിചയമുള്ള ഒരു പാട്ടാണ്. എന്നയോളും എന്നെ നടത്തി, എന്നയോളും എന്നെ പുലർത്തി എന്നുള്ള പാട്ടിൻ്റെ ഒന്ന് രണ്ട് അടികൾ നമുക്കൊന്ന് പാടുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ താല്പര്യം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ല
അവനിന്നുമെന്നും മതിയായവൻ എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ തകർന്നിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. വിശ്വസ്തനായ ദൈവം തമ്പുരാൻ നമ്മെ നടത്തിയ വഴികളൊക്കെ വല്ലപ്പോഴുമൊക്കെ ഇരുന്ന് പുറകോട്ടൊന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. വല്ലപ്പോഴുമെങ്കിലും. നമ്മൾ തുടങ്ങിയത് എവിടെ, നമ്മൾ എത്തിയത് എവിടെ, ആരാ ഇവിടെ വരെ കൊണ്ടുവന്നത്? വിശ്വസ്തനായ ദൈവം. നാം വിശ്വസ്തരല്ലെങ്കിലും അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. അവൻ എന്നും വിശ്വസ്തൻ. അവനെ കണ്ടുമുട്ടുവാനും അവനെ സ്നേഹിപ്പാനും അവൻ്റെ വഴിയിൽ കൂടെ ഇറങ്ങിത്തിരിപ്പാനും ശുശ്രൂഷയിൽ വരുവാനും എല്ലാം ദൈവം നമുക്ക് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇതിൻ്റെ തടസ്സങ്ങളൊക്കെ പുറകോട്ടൊക്കെ ചിലപ്പോഴൊക്കെ എഴുന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. 69 ഞാൻ സ്റ്റേറ്റ്സിൽ ചെന്നു. ചെല്ലാനൊക്കെ എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിലും ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ബുധനാഴ്ച രാത്രിയിൽ ഒരു പാസ്റ്റർ വന്ന് എൻ്റെ ഒരു ചർച്ചിലേക്ക് ഒരു മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്തൊക്കെ ഉണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, മണക്കാലയിൽ അല്പം വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കെട്ടിടം വെച്ചാൽ കൊള്ളാവുന്നുണ്ട്. എത്ര ഡോളർ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, $1000 കിട്ടിയാലും മതിയെന്ന് പറഞ്ഞു. ഒരു കൊച്ചു ചർച്ച, എനിക്കൊരു പ്രതീക്ഷയും അവിടെ നിന്നില്ല. ഞായറാഴ്ച രാവിലെ അല്പം താമസിച്ചാണ് ഞങ്ങൾ ചർച്ചിലോട്ട് ചെല്ലുന്നത്. ഹോളി പണിയാൻ സ്വത്രാഴ്ച എടുക്കുകയായിരുന്നു അവരവിടെ. അതിൻ്റെയൊക്കെ തടസ്സമെന്ന് പറയാനാണ് വന്നേ. അദ്ദേഹമാണ് ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങുക, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. $200 വെച്ച് മാസം തരാമെന്ന് പറഞ്ഞു. അതാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ്, അടിസ്ഥാനം. 6 മാസമേ തന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 50 വർഷവും നടത്തിയ ദൈവത്തെ നമുക്കെല്ലാം കൂടെ കരയുയർത്തുന്ന സ്തോത്രം ചെയ്യാമോ? ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
നൂറ് സങ്കീർണമായ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. സിൽവർ ജൂബിലിയുടെ ബന്ധത്തിൽ മതിയാക്കിയതാണ്. എന്നാൽ അതിനെല്ലാം തരണം ചെയ്ത് ദൈവം തമ്പുരാൻ ഇതുവരെയും നമ്മളെ കൊണ്ടുവന്നു. അത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും വിശ്വാസവും പ്രതീക്ഷയും എൻ്റെ പുറകിലുണ്ടെന്ന് എനിക്കറിയാം. ആ ദൈവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. 51-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും അവനൊരു മാറ്റവും വന്നിട്ടില്ല. ആ വിശ്വസ്തനായ ദൈവം നമ്മുടെ ദൈവമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചുവട് വെച്ച് 51-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആഗ്രഹവും ഞാൻ പറയാം. കിച്ചണിൽ, ചാപ്പലിൽ, ക്ലാസ് റൂമിൽ, ഡോർമിറ്ററിയിൽ, പ്രയർ മീറ്റിങ്ങിൽ, ഓഫീസുകളിൽ, ഇവിടെയെല്ലാം ദൈവസാന്നിധ്യം വ്യാപരിക്കുന്ന ഒരന്തരീക്ഷം ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ, ആഗ്രഹിക്കുന്നവനുമാണ്. ആ ദൈവസാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഒന്നിലും വിഷമിക്കേണ്ട കാര്യമില്ല. മാനുഷിക വശത്ത് ചിന്തിക്കുമ്പോൾ കൊറോണ 2019 ഇന്ന് പത്രത്തിൽ എഴുതിയിരിക്കുന്നു നവംബറിലായതൊക്കെ ശരിയാകത്തുള്ളെന്ന്. നവംബറിൽ ശരിയാവുമെന്ന് ആർക്കറിയാം? ഒന്നും അറിയത്തില്ല. എന്നാൽ അതെല്ലാം അതിൻ്റെ നടുവിൽ കിടക്കുമ്പോഴും ദൈവം തമ്പുരാൻ ഇങ്ങനെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കത്തക്കവണ്ണം ഒരു തീരുമാനമെടുക്കുവാനും ഒന്നിച്ച് നിന്ന് അതിന് വേണ്ടതായ പ്രിലിമിനറീസ് എല്ലാം ചെയ്യുവാനും ദൈവം ഇടയാക്കിയതിൽ നാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ ചോദിച്ചാൽ എനിക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ എന്ന്. അറിയാവുന്നത് ആരാ ഉള്ളത്? ഡോക്ടറായിട്ട് ജനിച്ചവരാരുമില്ലല്ലോ, എഞ്ചിനീയറായിട്ട് ജനിച്ചവരാരുമില്ല. പിന്നെ ജനിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാം പഠിച്ചും വളർന്നും ഇങ്ങനെ മുമ്പോട്ട് വരികയാണ്. ഇപ്പോഴത്തെ ടെക്നോളജി എല്ലാം നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നി. എനിക്കിതറിയത്തില്ല, എങ്കിലും പഠിച്ചേ പറ്റുള്ളൂ. ഫോർ ദി എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഇതൊക്കെ ആവശ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടായാലും അവനെല്ലാ നിലയിലും ഉള്ളതായ ക്രമീകരണങ്ങൾ പ്രിൻസിപ്പലും ഉത്തരവാദിത്തപ്പെട്ടവരും എല്ലാവരും കൂടി ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ആരുടെ അകത്ത് അവിശ്വാസം കയറാതിരുന്നിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കാണല്ലോ പ്രശ്നം, എനിക്കല്ലേ അറിയത്തുള്ളൂ കുഴപ്പം എന്തുവാണെന്ന്. എന്താ സംഭവിക്കുന്നത് എനിക്കല്ലേ അറിയത്തുള്ളൂ, നിങ്ങൾക്കാർക്ക് അറിയില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ നമ്മൾ നിൽക്കുമെന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുമെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് ദൈവം. അത്ഭുതങ്ങളെ സാക്ഷ്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ആ നിലയിൽ 51-ാമത്തെ അധ്യയന വർഷം എല്ലാ നിലയിലും ആത്മീകവും ഭൗതികവുമായ എല്ലാ വശങ്ങളിലും ദൈവം തമ്പുരാൻ ഒരനുഗ്രഹം നൽകേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ സ്തോത്രം പറയുകയും ചെയ്തുകൊണ്ട് കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് തമ്മിൽ വിമർശിക്കാൻ സമയമെടുക്കുന്നതിനേക്കാൾ ആ സമയം മാറ്റിവെച്ച ശേഷം പോസിറ്റീവ് സൈഡ് മാത്രം കണ്ട്, പോസിറ്റീവ് മാത്രം ചിന്തിച്ച്, പോസിറ്റീവ് മാത്രം സംസാരിച്ചുകൊണ്ട് പോകുമെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തുന്നവനാണ് ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ 50 വർഷം വരെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ശരിക്കിരുന്ന് ചിന്തിച്ചാൽ വാവിട്ട് കരഞ്ഞു പോകും, വാവിട്ട് കരയും. കാരണം എൻ്റെ ദൈവം ഇന്നും വിശ്വസ്തൻ, നാളെയും വിശ്വസ്തൻ, മറ്റന്നാളിലും വിശ്വസ്തൻ. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യയാണെന്ന് നാം വായിക്കുന്നെങ്കിൽ ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക, ആശ്രയിക്കുക. ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം ആവശ്യമായ വഴികൾ ദൈവം ഒരുക്കി തരേണ്ടതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഗോൾഡൻ ജൂബിലിയുള്ള ബന്ധത്തിൽ
എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചെങ്കിലും ഒന്നും നടക്കാതെ വന്നില്ലേ? ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഫെബ്രുവരിയിൽ ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ അവിടെ വരെ നമ്മളെ എത്തിക്കുകയും അത് അത്ഭുതകരമായി നടത്തുവാനും ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അത് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. വിമർശനം എല്ലാം മാറ്റിവെക്ക്. ഒന്നും നടക്കിയാൽ വിമർശിക്കുന്നുണ്ട്, ആർക്കും ഒരു ഗുണമുണ്ടാകത്തില്ല. എന്നാൽ ദൈവത്തെ വിശ്വസിക്ക്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ആരോട് സംസാരിക്കാനായിട്ട് കഴിയും? ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെങ്കിൽ അവനെ വിശ്വസിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ 51-ാം വർഷത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ദൈവസാന്നിധ്യം ക്ലാസ് റൂമിലുണ്ടായിരിക്കണം, ദൈവസാന്നിധ്യം കിച്ചണിലുണ്ടായിരിക്കണം, ദൈവസാന്നിധ്യം ചാപ്പലിലുണ്ടായിരിക്കണം, ഡോർമെറ്ററിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കണം. എല്ലായിടത്തും ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരന്തരീക്ഷത്തിലേക്ക് 51-ാമത്തെ വർഷത്തെ അധ്യയനം ദൈവം തമ്പുരാൻ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമുള്ളൊരു കരവർത്ത് സ്തോത്രം പറയാം. ആ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഔപചാരികമായി 51-ാമത്തെ വർഷം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ തന്നെ നിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കഴിവുകേടുകളും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ശാരീരിക ക്ഷീണങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിൻ്റെ കരത്തിലേക്ക് വയ്ക്കുന്നു. നിനക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എത്ര പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. അവിശ്വസ്തനായ ദൈവത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ 59-ാം വർഷത്തിലെ അധ്യയനത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാ ക്ലാസ്സുകളും എല്ലാം അനുഗ്രഹമായി കുഞ്ഞുങ്ങൾക്ക് തീരുവാൻ അവരെല്ലാവരും എല്ലാം മാറിക്കഴിയുമ്പോൾ വന്ന് താമസിച്ച് പഠിക്കുമ്പോഴൊരു വ്യത്യസ്തമായ അവസ്ഥ ഇവിടെ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിൻസിപ്പലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ നേതൃനിരയിൽ നിൽക്കുന്ന ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവനെ അനുഗ്രഹിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. I thank Lord for His faithfulness that He showed to the seminary, especially to inaugurate and to begin its 51st academic year, even in the midst of many challenges and limitations. It is really the exhibition of His righteousness to His own name and to the promise given to His servant, Dr. T.G. Koshi. We rely upon the same faithfulness of God and His righteousness in the continuous life. Let me enter into my responsibility, that is to convey thanks to everyone. First of all, I give all the glory and honor to God for the blessings that we experienced in this particular meeting. I also express our heartfelt thanks and gratitude to the President of the Seminary, Dr. T.G. Koshi, for his presence and for the inspiring and encouraging words in this particular meeting. It is the vision that he received and the continuous instruction and exhortation he gives really structures the seminary. I also convey my thanks to Dr. Annie George for the new steps she has taken for the development of the seminary as the new principal.
and also for the arrangement she has taken for the blessing of today's program. I especially express our sincere gratitude to today's guest speaker, Reverend Dr. David C. Joy, the principal of Kerala United Theological Seminary, Kannamula, for the challenging and eye-opening message. Sir, we are really blessed by your message. Thanks are also conveyed to the faculty and staff of the seminary who work hard for the success of the seminary, and especially those who involved in this particular program. Special thanks to the prayer partners and well-wishers of the seminary, and also for the continuing and newly admitted students and their parents who attend the program virtually. Once again and finally, I give thanks to each one of you who prayerfully attend the program. God bless you. Shall we bow our heads and pray? ഇന്നത്തെ പകൽ നാം ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരുന്ന സമയം മുതൽ ഇത്രത്തോളം കർത്താവിൻ്റെ മഹനീയമായ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. കർത്താവിൻ്റെ നീതി അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. അവൻ്റെ വിശ്വസ്തതയാണ് നാം അനുഭവിക്കുന്നത്. അതേ കൃപയും അനുഗ്രഹങ്ങളും ഈ പുതുവർഷത്തിൻ്റെ ഈ ആരംഭ സമയം മുതൽ അവസാനം വരെ അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നിൻ്റെ എല്ലാ കരുണകൾക്കായി ഞങ്ങൾ നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കുമെന്ന് ഞങ്ങളുടെ അരുളി ചെയ്ത ഞങ്ങളുടെ വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കക്കാരൻ അങ്ങാണ്. അതിനെ നന്നായി പര്യവസാനിപ്പിക്കുവാനും അങ്ങ് ബലമുള്ള ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽ കർത്താവ് വിശേഷാൽ 51-ാമത്തെ അധ്യയന വർഷം ആരംഭിപ്പാൻ അവിടുന്ന് ചെയ്ത എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പ്രതിസന്ധികളുടെയും അനുകൂലമല്ലാത്ത പശ്ചാത്തലങ്ങളുടെയും നടുവിലും നിൻ്റെ നീതിയും വിശ്വസയും അടങ്ങൾക്ക് അനുഭവിപ്പാൻ നൽകുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ കൃപ കൊണ്ട് കർത്താവേ, അനുഗ്രഹമായ രീതിയിൽ ഇന്നത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യപ്പെടുവാൻ ദൈവം കാണിച്ച എല്ലാ കണ്ണുകൾക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ പരിശുദ്ധ കരങ്ങൾക്ക് സമണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ കരുണയുടെ കരം ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ പ്രതിസന്ധികളിലും കർത്താ കൃപയോടും ബലത്തോടും കൂടെ നിന്റെ വേലയിൽ ശക്തമായി നിലകൊള്ളുവാൻ ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. സെമിനാരുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഇതിനെ പറ്റി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദേവദാസന്മാരെയും പിന്നെ ബലത്തോടെ കർത്താ പരിപാലിക്കേണ്ടതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധ കരങ്ങൾ അടങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനായി സ്തോത്രം. ഇത്രത്തോളം ദൈവമേ, നീ കൊടുത്ത ബലത്തിനായി സ്തോത്രം. നീ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. പിന്നെയും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ദൈവം പരിപാലിക്കേണ്ടതിനായിട്ട് എനിക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പലിനായിട്ട് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു. അവിടുത്തെ ജ്ഞാനവും കൃപയും അധികമായി നൽകി എല്ലാം നന്നായി ചെയ്യുവാൻ കർത്താവ് കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സെമിനാർ ബന്ധത്തിൽ നിലകൊള്ളുന്ന എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അധിക കൃപയോടെ കർത്താവ് പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽ കർത്താവ് ശാരീരികമായിട്ടല്ലെങ്കിലും കർത്താവ് വിവിധയിടങ്ങളിൽ നിന്നുകൊണ്ട് ദൈവ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹാരികൾ ഹല്ലേലൂയ, ഞങ്ങളുടെ കർത്താവെ അഭിനകാംക്ഷികളായി സ്ഥാപനത്തുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കരങ്ങളിലേക്ക് എല്ലാവരെയും സമൂലമായി സമർപ്പിക്കുന്നു. ഒരുമിച്ചുള്ള പ്രാർത്ഥനകളെ ദൈവം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. പുത്രപരിശുദ്ധാത്മാവാന്തരീയ ദൈവത്തിൻ്റെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നാം ഏവരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഈ പുതിയ അധ്യയന സകല പ്രവർത്തകരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ 2ാം വരവിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി കർത്താവിന് മുഖത്തം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണം.